ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ മെൽബണിൻ്റെ തന്നെ മോർണിംഗ്ടൺ പെനിൻസുല എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിലേക്കുള്ള ഒരു ബീച്ച് റൈ പൈ എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ച് സൈഡിലേക്കാണ് പോണത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബീച്ചാണ്. നല്ല രസമുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് ആ ഒരു ഏരിയയിലേക്ക്. അവിടെ കുറേ കാണാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഈ സ്ഥലം, ഈ ബീച്ചും അതിനോട് ചുറ്റി ഉള്ള സ്ഥലം കാണാനാണ് പോകുന്നത്. ഇന്ന് കുറച്ച് കാറ്റുണ്ട്, മഴയുണ്ട്, കുറച്ച് ചില്ലിയാണ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. മെൽബണിൽ നിന്ന് പുറപ്പെട്ട് 1 മണിക്കൂറിനുള്ളിൽ മോർണിംഗ്ടൺ പെനിൻസുലയിലൂടെ ഉൾപ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്തെത്താം. വളരെ റിലാക്സിങ്ങും അതിമനോഹരമായ ഒരു ഡ്രൈവും ഇതിലും മികച്ചതായിരിക്കില്ല. വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഡ്രൈവ് തന്നെയായിരിക്കും മോർണിംഗ്ടണിലേക്കുള്ള യാത്ര. മിക്ക റോഡുകളും വളരെയധികം നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡുകൾ തന്നെയാണ് ഇവിടെ. എല്ലാ സ്ഥലങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് റോഡിൽ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും റോഡ് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഇല്ല. ട്രെയിനാണ് നിങ്ങൾ പ്രിഫേർഡ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഫ്രാങ്ക്സ്റ്റൺ സ്റ്റേഷനിൽ നിന്ന് പോർട്ട് ഫിലിപ്പ് തീരപ്രദേശത്തേക്കുള്ള പോർട്ട് സിയിലേക്കും വെസ്റ്റേൺ പോർട്ട് വശത്തുള്ള ഫ്ലിൻഡേഴ്സ് വഴി ഹേസ്റ്റിംഗിലേക്കും ബസ്സുകൾ ഇവിടെ ലഭ്യമാണ്. വെൺമണിയിൽ കല്ലാറിൻ നനപോലും കടവിൽ കാണാമകളെ കേൾക്കാമകളെ കനകപ്പൂങ്കൊളുന്തൊത്ത പെണ്ണ് ഇവളാണ് മിടുമിടുക്കി. നമ്മൾ ഇന്നത്തെ യാത്ര മോർണിംഗ്ടണിലുള്ള റൈ പിയർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെ മത്സ്യബന്ധനം, സ്നോക്ലിംഗ്, ഡൈവിംഗ് എന്നിവയ്ക്കുള്ള ഒരു ജനപ്രിയ സ്ഥലമാണ്. വൈവിധ്യമാർന്ന സമുദ്രജീവികൾ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു ഒക്ടോപ്പസ് ഗാർഡൻ, അണ്ടർ വാട്ടർ ട്രെയിൻ ഇവിടെയുണ്ട്. ഫിഷിംഗ് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെയധികം കൂടുതലാണ് ഈ ഏരിയയിൽ. അപ്പോൾ നമുക്ക് കാണാം, വീട്ടിൽ നമ്മൾ വണ്ടി മേടിച്ചിട്ടുന്ന പോലെ തന്നെ ഇവരുടെ വീട്ടിൽ ബോട്ടുകളും ഉണ്ടാവും. ബോട്ട് വണ്ടിയുടെ ബാക്കിൽ കെട്ടി വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ വീക്കെൻഡിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒഴിവ് ദിവസങ്ങളിൽ അവർ ആ ബോട്ട് ഉപയോഗിച്ച് ഇതേപോലുള്ള പിക്നിക് സ്ഥലങ്ങളിൽ പോയി ചൂണ്ടയിടാൻ ഉപയോഗിക്കും. മറ്റുള്ള സൗകര്യങ്ങൾ സമീപത്തുള്ള ഒരു പിക്നിക് ഏരിയ ഉണ്ട്, ട്രാക്കുകൾ, അതായത് നടക്കാൻ താല്പര്യമുള്ളവർക്ക് അതിലൂടെ വളരെ മനോഹരമായ ഒരു വാക്കിംഗ് ട്രയൽ ആ ഷോറിനടുത്തുണ്ട്. ഈ അടുത്ത് നവീകരിച്ച പോയിന്റ് നേപ്പിയൻ റോഡിൽ അവിടെ നവീകരിച്ച ബോട്ട് റാമ്പ്, അതായത് കയാക്കുകൾ ലോഞ്ച് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെ അതിമനോഹരമായ എല്ലാ ടൂറിസത്തിൻ്റെ സാധ്യതകളും ഈ ഏരിയയിൽ ഉപയോഗിച്ച് ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ വളരെയധികം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവളാണ്
മലയാളക്കരയുടെ മടിശീല ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് കൂടുതലും ഇപ്പോൾ കൊച്ചിയിലാണ് ഞങ്ങൾ അവിടെ പൊതുവെ ഉണ്ട് ബോൾഗാട്ടി മറൈൻ ഡ്രൈവിൽ എൻ്റെ ടൂറിസ്റ്റ് ബോർഡ് സ്വന്തമായിട്ടുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ കൂടുതൽ വിപുലീകരിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇതേപോലെ അതായത് ലോക്കൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ ഒരു ഇനിഷ്യേറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടും വളരെയധികം പുരോഗമിക്കും. ടൂറിസമാണ് ശരിക്കും നമുക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല. കാര്യം അതിമനോഹരമായ ഒരു സിനിക് ബ്യൂട്ടി നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും കൂടുതൽ വരുമാനം നമ്മുടെ നാട്ടിലുണ്ടാവും. ഇപ്പോൾ മോണിങ്ടൺ അതായത് ഈ റായ് പിയർ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മോണിങ്ടൺ പെനിൻസുലയിൽ എന്ത് കാണണം, എപ്പോൾ പോകണം, വിൻ്റർ മാറി സ്പ്രിങ്ങിനോടനുബന്ധിച്ചുള്ള സമയത്താണ് ഏറ്റവും ബെസ്റ്റ് സീസൺ. ഏറ്റവും നല്ല സമയം ശാന്തമായ വേലിയേറ്റമുള്ള അതായത് ഡൈവിങ്ങിനും സ്നോർക്കലിങ്ങിനും മികച്ച നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അതായത് കടലടിത്തട്ട് നല്ലോണം കാണാൻ പറ്റുന്ന സമയമാണ് ഇങ്ങനെയുള്ള സമയത്ത്. അപ്പം ആ സമയത്ത് നമ്മൾ പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കാം. പുനർനിർമ്മിച്ച പിയർ അതായത് ആ നടക്കുന്ന സ്ഥലം കടലിലേക്കുള്ള കടൽപ്പാലം മനോഹരമായൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ്. അതിലൂടെ നടന്ന് ആ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റായ് പയറിലേക്കുള്ള യാത്ര ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങളും മെൽബണിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം മോണിങ്ടൺ പെനിൻസുല എന്ന് പറയുന്ന സ്ഥലം വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ വളരെ കുറേ അധികം സ്ഥലങ്ങൾ കാണാനുണ്ട്. നിങ്ങളിപ്പോൾ മെൽബണിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കൂടി കുറിച്ചിട്ടോളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു. ടേക്ക് കെയർ. ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്.